വേദാന്തയുടെ പല കാര്യങ്ങളും മുൻകാലങ്ങളിൽ നെഗറ്റീവായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും അനിൽ അഗർവാളിൻ്റെ പെഡിഗ്രി, ഒപ്പം തന്നെ മാനേജ്മെൻറ്റ് ഹിസ്റ്ററി മുതലായ കാര്യങ്ങൾ ധാരാളം കടവും കാണിക്കുന്നുണ്ട്. പക്ഷേ വലിയ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് വേദാന്ത ഒരു സ്പെസിഫിക്കലി ഒരു ഫേവറേറ്റ് ആയിട്ട് മാറാൻ കാരണം? ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിവിനെ മാത്രമാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ വളരെ മുമ്പ് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ള ആളെന്ന സ്ഥിതിക്ക് ഇദ്ദേഹത്തിൻ്റെ ഗ്രോത്ത്, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കമ്പനി റിലേറ്റഡ് സ്പീച്ചുകളൊക്കെ ധാരാളം സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റിസ്ക് എടുക്കാനുള്ള കഴിവ്, ആ തിങ്കിങ് തന്നെയാണ് എന്നെ ആ സ്റ്റോക്കിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഷെയർവെൽത്തിൻ്റെ ക്ലയൻസ് ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കിയിട്ടുള്ളത്, ഹോൾഡ് ചെയ്യുന്ന ക്ലയൻസ് വേദാന്ത ലിമിറ്റഡിൽ നിന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ സിങ്ക് അദ്ദേഹം 2000 ടേക്ക് ഓവർ ചെയ്യുന്ന പ്രൈസ് നോക്കിയാൽ ഇന്ത്യ ഗവൺമെൻറ് കയ്യിൽ നിന്ന് അദ്ദേഹം ടേക്ക് ഓവർ ചെയ്തത് 40 രൂപ 50 പൈസയ്ക്കാണ് പെർ ഷെയർ. അപ്പോൾ ഇന്ന് അതിൻ്റെ പ്രൈസും മാർക്കറ്റ് വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ സിങ്ക് എവിടെയാണ് ട്രേഡ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇന്ന് ലോകത്തിലെ തന്നെ 3rd ലാർജസ്റ്റ് സിങ്ക് പ്രൊഡ്യൂസറാണ്. ആ സിങ്കിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് സിൽവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള വേദാന്ത അലുമിനിയം വലിയ രീതിയിൽ കമ്മീഷൻ ചെയ്ത് കഴിയുമ്പോൾ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അലുമിനിയം കമ്പനി ആയിട്ട് മാറുകയാണ്. കോപ്പർ സ്മെൽറ്റിങ്ങിലും അദ്ദേഹം വലിയ ഒരു കോൺഗ്ലോമറേറ്റ് ആയിട്ട് മാറുകയാണ്. ഇനി സ്റ്റെർലൈറ്റ് കോപ്പർ ഓപ്പൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, റീ ഓപ്പൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്.